അഭിനയത്തിന്റെ കാര്യത്തിൽ ദുൽഖർ സൽമാൻ ഇനിയും വാപ്പിച്ചി മമ്മൂട്ടിയുമായി തട്ടിച്ചു നോക്കാൻ ആയിട്ടില്ല. പക്ഷെ യൂത്തന്മാരെ കയ്യിലെടുക്കുന്ന കാര്യത്തിൽ മമ്മൂട്ടിയോളം വളർന്നിരിക്കുന്നു താരപുത്രനും. ബോക്സ് ഓഫീസിലെ കോടികളുടെ കണക്കിലിതാ ഇപ്പോൾ മമ്മൂട്ടിയെയും മറികടന്നിരിക്കുന്നു ദുൽഖർ. ഏറെ പ്രതീക്ഷയോടെയും അന്നത്തെ ഏറ്റവും ഉയർന്ന ബജറ്റിൽ ഒരുക്കിയ മമ്മൂട്ടിയുടെ പഴശ്ശിരാജ പോലും 25 കോടി പിന്നിട്ടിട്ടില്ല. എന്നാൽ ഇതാ ദുൽഖറിന്റെ 4 സിനിമകളാണ് 30 കോടി ക്ലബിലേക്ക് കയറിയിരിക്കുന്നത്. 30 കോടി ക്ലബിലേക്ക് കടന്ന ദുൽഖർ സൽമാന്റെ ആദ്യ ചിത്രമാണ് ബാംഗ്ലൂർ ഡേയ്സ്. ദുൽഖറിനൊപ്പം നിവിൻ പോളിയും ഫഹദ് ഫാസിലും നസ്രിയ നസീമും പാർവതിയും ഒക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം. ഈ ചിത്രം സംവിധാനം ചെയ്തത് അഞ്ജലി മേനോനാണ്. അൻവർ റഷീദ് ആദ്യമായി നിർമ്മിച്ച ചിത്രത്തിന്റെ ആകെ കളക്ഷൻ 48 കോടി രൂപയാണ്. തൊട്ടടുത്ത വർഷം തമിഴകത്ത് ദുൽഖർ ഗംഭീര വിജയം നേടി. മണിരത്നം സംവിധാനം ചെയ്ത ഓക്കെ കൺമണി എന്ന ചിത്രത്തിലൂടെ ദക്ഷിണേന്ത്യ മുഴുവനും താരപുത്രന് ആരാധകരായി. 30 കോടി കടന്ന ദുൽഖറിന്റെ രണ്ടാമത്തെ ചിത്രം റൊമാന്റിക് ഹീറോ ആയി എത്തിയ ഓക്കെ കൺമണിയാണ്. 45 കോടിയാണ് ചിത്രത്തിന്റെ കളക്ഷൻ. ചാർലിയാണ് 30 കോടി ക്ലബിലേക്ക് കയറിയ ദുൽഖറിന്റെ മൂന്നാമത്തെ ചിത്രം. ABCDക്ക് ശേഷം മാർട്ടിൻ പ്രക്കാട്ടും ദുൽഖർ സൽമാനും ഒന്നിച്ച ചിത്രം വെറും സാമ്പത്തിക വിജയം മാത്രമല്ല നേടിയത്, നടന് സംസ്ഥാന പുരസ്കാരവും നേടിക്കൊടുത്തു ഈ ചിത്രം. ചിത്രത്തിലെ ഓപ്പണിംഗ് കളക്ഷൻ തന്നെ സകല റെക്കോർഡുകളും തിരുത്തി എഴുതിക്കൊണ്ടാണ് 42 കോടിയാണ് ചാർലി ആകെ നേടിയത്. ഇപ്പോഴിതാ ജോമോന്റെ സുവിശേഷങ്ങളും ദുൽഖറിന്റെ വിജയ പട്ടികയിലേക്ക് കയറിയിരിക്കുന്നു. വെറും 26 ദിവസം കൊണ്ടാണ് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന ചിത്രം 30 കോടി ക്ലബിലേക്ക് കയറിയത്. സിനിമാ മേഖലയിലെ ചൂടുള്ള വാർത്തകൾ ചൂടോടെ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിമിസം.